ഏത് ജന്മകൽപ്പനകൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയും പ്രീതിയും കൂടി അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ആ സമയത്തായിരിക്കും പ്രീതി പറയുന്നത്, ദേ നോക്കിയ ശ്രുതി, പരിപ്പ് തീർന്നിരിക്കുക. ഇവിടുത്തെ സാധനങ്ങൾ ഓരോന്നായി തീരാൻ തുടങ്ങി. അമ്മായിയുടെ പെൻഷൻ വരാത്ത കാരണം അമ്മായി ആകെ ടെൻഷനില്ല. ഇങ്ങനെ പോയാൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. അന്നേരം ശ്രുതി പറയണേ, അതെ, അമ്മായിയായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുത്താതെ നമ്മളും കൂടി എന്തെങ്കിലും സഹായം ചെയ്തേ പറ്റൂ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന ഈ ഒരു സമയത്തായിരിക്കും അമ്മായി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് പറയണേ, ദേ പ്രീതി, കണ്ടില്ലേ നിന്റെ അനിയത്തി എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന്? മല പോലെയാ പൂരി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ആർക്ക് തിന്നാനാ? അന്നേരം ശ്രുതി പറയണേ, അത് പിന്നെ അമ്മായി വിഷമിക്കണ്ട, നമുക്കിത് ഉച്ചക്കത്തേക്ക് കൊടുക്കാം. അന്നേരം അമ്മായി പറയണേ, ഉച്ചക്കും രാത്രി ഒക്കെ എടുത്ത് തിന്ന്, നിന്റെ കൊതി തീരട്ടെ. എൻ്റെ ഈശ്വര, ഇങ്ങനെ പോയാൽ എന്താകുമോ എന്തോ എന്ന് പറഞ്ഞ് അമ്മായിയോട് നിന്നും പോകുവാണ്. ഈ സമയം ശ്രുതി പറയണേ, അല്ലേ ചേച്ചി, അച്ഛൻ വിളിച്ചപ്പോളേ അച്ഛൻ്റെ ശബ്ദത്തിൽ എന്തോ ഒരു വിഷമുള്ളതുപോലെ എനിക്ക് തോന്നി. ആ സമയത്ത് കൂടുതലൊന്നും ചോദിക്കാൻ പറ്റിയില്ല. ഇനി നമ്മളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അച്ഛനും അമ്മയും നമ്മളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഞാനൊന്ന് അച്ഛനെ വിളിക്കാം, അപ്പോൾ കാര്യങ്ങൾ ചോദിക്കാം. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ അച്ഛനെയും അമ്മേനെയുമാണ്. അങ്ങനെ അവർ ബേക്കറിയുടെയും സ്വീറ്റ് സ്റ്റാളിൻ്റെയും പേരിലുള്ള ആ ഒരു ബാങ്ക് ലോണിനെയൊക്കെ പറ്റി സംസാരിക്കുവാണ്. അന്നേരം പ്രമീള അശോകനോട് പറയണേ, നമുക്ക് വക്കീലിനെ കണ്ടൊന്ന് സംസാരിച്ചാലോ? അന്നേരം അശോകൻ പറയണേ, എന്തൊക്കെ സംസാരിച്ചിട്ടും കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലിശയടക്കം ഒരു 3-4 ലക്ഷം രൂപയും കൂടി അടക്കാനുണ്ടല്ലോ. അത് ഉടനെ തന്നെ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ അവരവരുടെ നടപടികൾ തുടങ്ങും. പ്രമീളെ, പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. പലിശ അടക്കാൻ കഴിയാതെ വന്നാൽ നമ്മുടെ ബേക്കറി അവർ ജപ്തി ചെയ്തുകൊണ്ട് പോകും. കാര്യങ്ങളെല്ലാം വ്യക്തമായി നീ അറിഞ്ഞിരിക്കണമല്ലോ. അതേക്കുമ്പോൾ പ്രമീളക്ക് വല്ലാതെ സങ്കടമൊന്നുണ്ട്. പ്രമീള പറയണേ, അല്ല മക്കളെ ഈ കാര്യം അറിയിക്കണ്ടേ? അവരോടത് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അന്നേരം അശോകൻ പറയണേ, അവരോട് പറഞ്ഞിട്ടും എന്ത് കാര്യമുള്ളത്? അവർക്കിതിലൊന്നും ചെയ്യാനാവില്ലല്ലോ. വെറുതെ അവരെയും കൂടി വിഷമിപ്പിക്കണം, അതിനെനിക്ക് താല്പര്യമില്ല. തൽക്കാലം അവരിതറിയണ്ട. ദൈവം വിചാരിച്ചതുപോലെ തന്നെ എല്ലാം നടക്കും. അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകണമെന്നാണ് അവിടുത്തെ വിധിയെങ്കിൽ അത് സംഭവിച്ചല്ലേ പറ്റൂ. പിന്നീട് കാണിക്കുന്നത് അശ്വിൻ്റെ വീടാണ്. അവിടെ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം ശ്യാമ പറയണേ, അയ്യോ അളിയ, ഒരു കാര്യം മറന്നുപോയി, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ശ്യാം ജിലേബി എടുത്തുകൊണ്ട് വരുവാണ്. അന്നേരം അശ്വിൻ പറയണേ, ഞാൻ ഇതുപോലത്തെ സ്വീറ്റ്സ് ഒന്നും കഴിക്കില്ലെന്ന് അളിയനറിയില്ലേ? അന്നേരം ശ്യാം പറയാ, അതറിയാം, അതുകൊണ്ടല്ലേ അളിയന് വേണ്ടി പ്രത്യേകം ഷുഗർ ഫ്രീ തന്നെ ഞാൻ ഉണ്ടാക്കിയത്. ഇതങ്ങ് കഴിച്ചു നോക്കുന്നേ. ഈ സമയം അഞ്ജലി പറയുക, എന്താണെങ്കിലും അന്ന് അമ്പലത്തിൽ വെച്ച് അവരെ രണ്ടുപേരെയും കണ്ടത് എന്താണെങ്കിലും നന്നായി. അതേക്കുമ്പോൾ മനോരമ ചോദിക്കണേ, 2 പേരോ? അതിന് ലാവണ്യ സിംഗിളായിട്ടല്ലേ വന്നത്? ആ സമയം അഞ്ജലി പറയണേ, ലാവണ്യല്ല ഞാൻ ഉദ്ദേശിച്ചത്, ശ്രുതിനെയും പ്രീതിനെയും. അവർക്ക് എന്നെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അമ്പലത്തിൽ വെച്ചത് കണ്ടതോടെ അതൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ശ്രുതിയുടെ കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ ശ്യാമിൻ്റെ കയ്യിലിരുന്ന ആ പാത്രം താഴേക്ക് വീണു പോകുക. അന്നേരം അഞ്ജലി ചോദിക്കണേ, അയ്യോ എന്ത് പറ്റി കേട്ടാ? ഒന്നുമില്ല, പാത്രം കയ്യിൽ നിന്ന് വഴുതി വീണതാ. പിന്നീട് രാമേട്ടനെ വിളിച്ച് അതൊക്കെ ക്ലീൻ ചെയ്യിപ്പിക്കുവാണ് അഞ്ജലി. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശ്വിന് എക്കിൾ വരുവാണ് കേട്ടോ. അന്നേരം വെള്ളം എടുത്ത് കുടിക്കാൻ പറയുവാണ് ചേച്ചി. ആ സമയം അഞ്ജലി പറയണേണ്, അശ്വിൻ, നിന്നെക്കുറിച്ച് ആരോ ചിന്തിക്കുന്നുണ്ട്, അതാ നിനക്ക് ഇങ്ങനെ എക്കിൾ വരുന്നത്. അതേക്കുമ്പോൾ മനോരമ പറയണേ, മനസ്സിലായി, ലാവണ്യായിരിക്കും, അല്ലാതെ വേറെ ആരാ അശ്വിനെക്കുറിച്ച് ചിന്തിക്കാൻ? അന്നേരം അശ്വിൻ മനോരമയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ശ്യാം, ഇവിടെ എന്താ പ്രശ്നം, അളിയണത് എന്താ പറ്റുക എന്നൊക്കെ ചോദിക്കുവാണ്. അതൊരു വലിയ കഥയാണ് എന്ന് പറയുക മനോരമ. പിന്നീട് ശ്രുതിയും പ്രീതിയും കൂടി റൂമിലിരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. പ്രീതി ഇങ്ങനെ എന്തോ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കുക. അന്നേരം ശ്രുതി ചോദിക്കണേ, എന്തു പറ്റി ചേച്ചി, എന്തോ ഒരു വിഷമം പോലെ? ആ സമയം പ്രീതി പറയണേ, ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് തന്നെയാ. അമ്മയുടെ പെൻഷൻ കാശ് ഇതുവരെ വന്നിട്ടില്ലല്ലോ. മാത്രമല്ല നിന്റെ ജോലിയും പോയി. നിനക്കൊരു ജോലി ഉണ്ടായിരുന്നപ്പോൾ അതൊരു ആശ്വാസം തന്നെയായിരുന്നു. ഇവിടുത്തെ സാധനങ്ങളാണെങ്കിൽ ഓരോന്നോരോന്നെ തീരാൻ തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും? അതോർത്തിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ആ സമയം ശ്രുതി പറയണേ, ചേച്ചി എനിക്കൊരു ഐഡിയ തോന്നുന്നു. അമ്മായിയുടെ ആ എംബ്രോയിഡറി ബിസിനസ്സില്ലേ, അത് നമുക്ക് വീണ്ടും തുടങ്ങിയാലോ? നമുക്കിപ്പോൾ ഏതാണ്ടൊക്കെ അറിയാലോ. നമ്മൾ 3 പേരും കൂടി വിചാരിച്ചാൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മാത്രമല്ല, പെൻഷൻ കാശിൻ്റെ കാര്യം ശ്യാം സാറ് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ശ്യാം സാർ ഒരു കാര്യം ഏറ്റെടുത്താൽ എങ്ങനെയാണെങ്കിലും അത് നടത്തിയിരിക്കും. എംബ്രോയിഡറി ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താ അഭിപ്രായം? അന്നേരം പ്രീതി പറയണേ, അത് നല്ലതാ, നമുക്ക് അമ്മായിയോട് സംസാരിക്കാം. പിന്നെ നീ ഓർഡർ മാറിക്കൊടുത്ത് മറ്റേ അശ്വിൻ സായിറാമിൻ്റെ വീട്ടിൽ കുറച്ച് സാരികൾ കൊടുത്തില്ലേ,
അവർക്കത് ആവശ്യമില്ലെങ്കിൽ നീ അത് മേടിച്ചോണ്ട് വാ. അപ്പോൾ ആ സാരികൾ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ നമുക്ക് ഈ കാര്യം അങ്ങ് അവതരിപ്പിക്കാമല്ലോ. അതേക്കുമ്പോൾ ശ്രുതി അങ്ങ് ദേഷ്യപ്പെടുക. ചേച്ചി എന്ത് പണിയാ കാണിച്ച്? ആ കടലമിഠായിയുടെ കാര്യം ഞാൻ മറന്നിരിക്കുമായിരുന്നു. ചേച്ചി അത് ഓർമ്മിപ്പിച്ചില്ലേ? എൻ്റെ മൂഡ് കളഞ്ഞു ചേച്ചി. പിന്നീട് കാണിക്കുന്നത് അശ്വനെ കണ്ട് സംസാരിക്കാൻ വരുന്ന ശ്യാമിനെയും അഞ്ജലിനെയുമാണ്. ശ്യാം പറയണേ, അളിയ അളിയൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. മുത്തശ്ശീനെ പിണക്കാനും വയ്യ. അളിയൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അളിയനിഷ്ടമുള്ള ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ മുത്തശ്ശി സമ്മതിക്കുന്നില്ല. അതിൻ്റെ പേരിൽ അളിയൻ വീട് മാറി താമസിക്കുകയാണോ വേണ്ടത്? അല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാന്നേ. അന്നേരം അശ്വിൻ പറയണേ, അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. മുത്തശ്ശിനെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മാറി നിന്നോളാം. ആ സമയം അഞ്ജലി പറയണേ, ദേ നിൻ്റെ ഏട്ടൻ ജോലി കഴിഞ്ഞ് പറഞ്ഞ തീയതിക്കുള്ളിൽ വീട്ടിൽ വന്നില്ലെങ്കിൽ ഈ ചേച്ചി എന്തോരം ടെൻഷൻ അനുഭവിക്കുമെന്ന് നിനക്കറിയാലോ. അതുപോലെ തന്നെയാ ഓഫീസിൽ നിന്ന് നീ വരാൻ വൈകിയാലും എനിക്ക് അതേപോലെ ടെൻഷനാണ്. നിൻ്റെ മുഖമൊന്ന് പാടിയാൽ തന്നെ എനിക്ക് സങ്കടമാകും. അതുകൊണ്ട് വീട് വിട്ടു പോകുന്ന കാര്യമൊന്നും നീ ഇനി സംസാരിക്കരുത്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി പറയണേ, ഈ കടലമിഠായിയുടെ മുഖം എന്താ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരുന്നത്? എപ്പോഴും ഞാനതിന് അയാളെക്കുറിച്ചും അയാളുടെ ഓഫീസിനെക്കുറിച്ചും അവിടെയുള്ള ആൾക്കാരെക്കുറിച്ചും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ എന്തോ ഒരു പ്രധാനപ്പെട്ട ഭാഗം അവിടെ ഞാൻ ഉപേക്ഷിച്ചിട്ട് വന്നതുപോലെ എനിക്ക് തോന്നുന്നത്. അതെന്താ? അങ്ങനെ കണ്ണടച്ച് നിൽക്കുമ്പോഴായിരിക്കും ശ്രുതിയുടെ മനസ്സിലേക്ക് കൃഷ്ണൻ്റെ രൂപം ഓർമ്മ വരുന്നത്. കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം ശ്രുതി ഓഫീസ് ടേബിളിൽ വെച്ച കാര്യം ഓർക്കുവാണ്ടോ? അതോർക്കുന്ന ശ്രുതി അങ്ങ് ടെൻഷനാകുക. എൻ്റെ കുട്ടി കൃഷ്ണ, നിന്നെ ഞാൻ ആ ഓഫീസ് ടേബിളിൽ വെച്ചിട്ട് എടുക്കാതെ ഇങ്ങോട്ട് പോകുന്നത്. എന്നാലും എനിക്കതെങ്ങനെ ചെയ്യാൻ തോന്നി? വെറുതെ അല്ല എപ്പോഴും ആ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഇന്ന് തന്നെ ഞാൻ ഓഫീസിൽ പോകുക. ഇന്ന് തന്നെ ഞാൻ നിൻ്റെ രൂപം എടുത്തുകൊണ്ട് വരും. അതിനുശേഷം എൻ്റെ മനസ്സിൽ അലട്ടുന്ന ആ കടലമിഠായിയുടെ മുഖം പിന്നീട് എൻ്റെ ഓർമ്മയിൽ വരില്ല. അങ്ങനെ പറഞ്ഞ് ഓഫീസിൽ പോയി കൃഷ്ണൻ്റെ രൂപം എടുക്കാൻ നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് വീഡിയോയാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.